എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തോർസ് താനൊരു പീസ്ഫുൾ ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത നിമിഷം തന്നെ അവനൊരു യുദ്ധത്തിൽ ഫൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. തോർസ് അവിടെയുള്ള എല്ലാ എനിമീസിനെയും കൊല്ലുന്നു. പക്ഷെ കൊല്ലുമ്പോൾ അവൻ്റെ മനസ്സിൽ അവരെ കൊല്ലുന്നതിന് ഒരു റിഗ്രറ്റ് കാണുന്നുണ്ട്. അവനെ ഒരു വൈക്കിങ് വെള്ളത്തിലേക്ക് വലിച്ചിടുന്നു. അവൻ ആ വൈക്കിങ്ങിനെ കൊന്നിട്ട് അവൻ്റെ വാൾ ആ വെള്ളത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അടുത്തുള്ള കരയിലേക്ക് നീന്തി രക്ഷപ്പെടുന്നു. അടുത്ത സീനിൽ ഐസ്ലൻഡിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ ഒരു കുട്ടി വെള്ളം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അവന് പറ്റുന്ന പോലെ അവിടുത്തെ പണിയെല്ലാം ജോലിയെല്ലാം ചെയ്യുന്നു. അടുത്ത സീനിൽ ഒരാൾ കഥ പറയുന്നതാണ് കാണിക്കുന്നത്. അത് കേട്ടുകൊണ്ട് കുറേ കുട്ടികളും ഇരിക്കുന്നുണ്ട്. അയാൾ വിൻലാൻഡ് എന്നൊരു ഐലൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ യുദ്ധമില്ല, മഞ്ഞില്ല, വെറും പച്ചയും സ്വാതന്ത്ര്യവും മാത്രം. ആ കഥ പറയുന്നത് ലീഫ് എറിക്സൺ എന്നൊരു സെയിലറാണ്. പിന്നെ ആ കുട്ടി വേറെ ആരുമല്ല, നമ്മുടെ തോർസിൻ്റെ മകനാണ്. അവൻ്റെ പേരാണ് തോർഫിൻ. അവൻ ചോദിക്കുന്നുണ്ട്, അത് ശരിക്കുമുള്ള സ്ഥലമാണോ? എനിക്കും അങ്ങോട്ട് പോകണം. ലീഫ് ചിരിച്ചുകൊണ്ട് പറയുന്നു, അത് ശരിക്കുമുള്ളതാണ്. ശരിക്കുമുള്ള യോദ്ധാക്കൾക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അടുത്ത സീനിൽ തോർസ്, ലീഫ്, പിന്നെ ഹെൽഗ, തോർസിൻ്റെ വൈഫ്, ഐസ്ലൻഡിലെ വെതറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ കയ്യിലുള്ള ആനിമൽസ് എല്ലാം ചത്തുപോകും, ലീഫ് പറയുന്നു. അടുത്ത ദിവസം രാവിലെ യെൽവ മഞ്ഞ് നീക്കുമ്പോൾ അവിടെ വയ്യാതെ കിടക്കുന്ന ഒരാളെ കാണുന്നു. തോർസിന് അപ്പോൾ തന്നെ അതൊരു സ്ലേവ് ആണെന്ന് മനസ്സിലാക്കി. അടുത്ത സീനിൽ തോർഫിൻ ലീഫിനോട് തൻ്റെ കൂടെ കടലിലേക്ക് എന്നെയും കൂട്ടുമോ എന്ന് ചോദിക്കുന്നു. ലീഫ് അപ്പോൾ തന്നെ തോർസിനോട് ചോദിക്കാൻ പറയുന്നു. തോർഫിൻ അറിയാം അച്ഛനോട് ചോദിച്ചാൽ അത് സമ്മതിക്കില്ല എന്ന്. ലീഫ് പറയുന്നു, തോർസ് സമ്മതിക്കാത്തതിൻ്റെ റീസൺ തോർസിനറിയാം കടൽ അപകടമാണെന്ന്. ലീഫ് എന്നിട്ട് തൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നു. എങ്ങനെ ലീഫ് ഒരു ഐസിൽ പെടുന്നു, എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുന്നു, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എങ്ങനെ മരിച്ചു എന്നൊക്കെ. അടുത്ത സീനിൽ തോർസ് ആ സ്ലേവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തുന്നു. എന്നിട്ട് പറ്റുന്ന പോലെ ചികിത്സ ചെയ്യുന്നു. യെൽവ ആ സ്ലേവ് മരിച്ചു എന്ന് തോർസിനോട് പറയുന്നു. പക്ഷെ തോർസ് അത് കൂട്ടാക്കാതെ തനിക്ക് പറ്റുന്ന രീതിയിൽ രക്ഷിക്കാൻ നോക്കുന്നു. ഇതൊരു സ്ലേവാണ്, ഇവനെ രക്ഷിച്ചാൽ നമ്മളും പെടും എന്ന് യെൽവ മാക്സിമം പറയാൻ നോക്കുന്നു. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ തോർസ് തൻ്റെ പണി തുടങ്ങുന്നു. അടുത്ത സീനിൽ ലീഫ് ഒരു കാര്യം പറയുന്നു. നമ്മളും ഓടി വന്നവരാണ്. ഞങ്ങളുടെ പൂർവികർ നോർവേ ദേശത്തിൽ നിന്ന് ഹെറാൾഡ് കിങ്ങിൻ്റെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ഇത് കേട്ടപ്പോൾ തോർഫിൻ ലീഫ് കള്ളനാണ് എന്ന് പറയുന്നു. തൻ്റെ അച്ഛൻ പേടിച്ചോടുന്ന ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. ലീഫ് ശാന്തനായി അത് കേട്ടിരുന്നു. തോർഫിൻ വീട്ടിലേക്ക് ഓടിപ്പോയി. അവൻ വീട്ടിലെത്തിയപ്പോൾ ആ കാഴ്ച കണ്ടു. തൻ്റെ അച്ഛൻ ഒരാളെ രക്ഷിക്കാൻ നോക്കുന്നത്. ഒടുവിൽ അയാൾക്ക് ബോധം വന്നു. തോർസ് അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അയാൾ തന്നെ തിരിച്ചു പറഞ്ഞയക്കുമോ എന്ന് പേടിയോട് ചോദിച്ചു. അയാൾക്ക് തിരിച്ചു പോകാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നു. ആ സമയം ഹാഫ്ഡൺ, ആ സ്ലേവിൻ്റെ ഓണർ, അയാളെ തിരക്കി വരുന്നു. തോർസ് ആ സ്ലേവിനെ രക്ഷിക്കാൻ വേണ്ടി ഹാഫിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. സ്ലേവിനെ പേടിയായപ്പോൾ തോർസ് ആ കാര്യം പറയുന്നു. പേടിക്കണ്ട, നിങ്ങളെ ഞാൻ രക്ഷിക്കാം. നമുക്കൊരുമിച്ച് വിൻലാൻഡ് എന്ന നാട്ടിൽ പോയി ജീവിക്കാം. അവിടെ നിങ്ങൾ സ്വതന്ത്രനാകും. ഇത് കേട്ട ആ സ്ലേവ് താൻ വിൻലാൻഡ് എന്ന രാജ്യത്ത് താമസിക്കുന്നതായി സ്വപ്നം കാണുന്നു. തോർഫിനത് കേട്ടപ്പോൾ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. തോർസ് തൻ്റെ ആനിമൽസിനെ ഹാഫ്ഡന് കൊടുത്തിട്ട് ആ സ്ലേവിനെ രക്ഷപ്പെടുത്തുന്നു. യെൽവയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ല. അടുത്ത സീനിൽ അയാൾ മരിച്ചതായി കാണിക്കുന്നു. യെൽവ ആനിമൽസിനെ കൊടുത്തിട്ടും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നു. തോർഫിൻ എന്നിട്ട് തോർസിനോട് ചോദിക്കുന്നു, നമ്മൾ ശരിക്കും ഓടി വന്നവരാണോ? ലീഫ് പറഞ്ഞു. തോർസ്, അത് സത്യമാണ്. എപ്പിസോഡിൻ്റെ അവസാനം കുറച്ച് വൈക്കിങ്സ് ഐസ്ലൻഡിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ എന്തായാലും വായിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.